തൊട്ടതെല്ലാം തൻ്റെതായ ശൈലിയിലൂടെ അടയാളപ്പെടുത്തിയ അസാമാന്യ വ്യക്തി, ചിന്തകൻ, പൊതുപ്രവർത്തകൻ, പ്രാസംഗികൻ എന്നിങ്ങനെ വിശേഷണങ്ങൾ നിരവധിയാണ്. കാവ്യാത്മകതയും യുക്തിചിന്തയും ചരിത്രബോധവും കോർത്തിണക്കിയ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊക്കെ ജനലക്ഷങ്ങളെ കീഴടക്കിയവയാണ്. അദ്ദേഹം സർവോപരി ഒരു നല്ല മനുഷ്യസ്നേഹിയുമാണ്. വളരെയേറെ ഹൃദയമനോഹരമായ, നമ്മെ എല്ലാവരെയും വളരെ ആനന്ദിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഈ റഫി രാവിൽ ഹമാരെ റഫി സാഹബ് ഓർക്കസ്ട്രയുടെ ലോഞ്ചിങ്ങും മഹാനായ റഫി സാഹിബിൻ്റെ ഗാനങ്ങൾ ചേർത്തുള്ള കലാസന്ധ്യയും ഒന്നിച്ചരങ്ങേറുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ റഫി സാഹിബിനെ കുറിച്ച് എത്ര പറഞ്ഞാലും അധികമാവുകയില്ല. അങ്ങനെ പറയേണ്ട ഒരു സന്ദർഭമായിട്ട് ഞാനിതിനെ കാണുന്നില്ല. ഈ ഒരു സന്തോഷം കോഴിക്കോടും മുഹമ്മദ് റഫി സാഹിബും തമ്മിൽ അഭേദ്യമായ ഒരു ആത്മീയ ബന്ധമുണ്ട്. അദ്ദേഹം പാടിയിട്ടുള്ള നാടാണ് കോഴിക്കോട്. പക്ഷെ അത് മാത്രമല്ല, നിത്യയൗവനത്തോടെ അദ്ദേഹത്തിൻ്റെ സ്വരം ഇന്നും ലോകത്ത് നിലനിൽക്കുമ്പോൾ തളർച്ചയില്ലാതെ പതർച്ചയില്ലാതെ അദ്ദേഹത്തിൻ്റെ ശബ്ദമാധുരി, അദ്ദേഹത്തിൻ്റെ ശബ്ദഗാംഭീര്യം അതിനു നേരെ ലോകം മുഴുവനും കാതോർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ കോഴിക്കോട് നഗരവാസികൾ അവരുടെ ആത്മാവിൻ്റെ ശ്രവണപുടങ്ങളാണ് റഫി സാഹിബിന് നേരെ തിരിച്ചു വച്ചിട്ടുള്ളത്. അത്രമാത്രം റഫി സാഹിബിനെ ഹൃദയത്തിൽ വഹിക്കുന്ന നാടാണ് കോഴിക്കോട്. റഫി സാഹിബിൻ്റെ ശബ്ദം വെറും പാട്ടല്ല, അത് സ്വയം ഒരു സംസ്കാരമാണ്. എല്ലാം തികഞ്ഞ ഒരു സംസ്കാരമാണ്. എ കോംപ്രിഹെൻസീവ് കൾച്ചർ, എ കംപ്ലീറ്റ് കൾച്ചർ, എ പെർഫെക്റ്റ് കൾച്ചർ. ഒരു സമ്പൂർണ്ണ സംസ്കൃതിയുടെ പേരാണ് റഫി സാഹിബ്. അല്ലാതെ അതിനെ വെറും പാട്ടായിട്ട് കാണാൻ സാധിക്കില്ല. അത് ഹൃദയപ്രവാഹമാണ്, ആത്മാവിൻ്റെ പ്രവാഹമാണ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ സുഗന്ധ വാഹിനിയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ നാദധാര. അദ്ദേഹത്തിലൂടെ ഒഴുകിയിട്ടുള്ളത് ഭാരത മഹാരാജ്യത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ സംഗീതമാണ്, ഏറ്റവും ഉത്കൃഷ്ടമായ സ്വരമാണ്. അതിന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഗായകന്മാർ ഭാഗ്യവാന്മാരാണ് എന്ന് പറയാറുണ്ട്. അവരുടെ കാലശേഷവും അവരുടെ ശബ്ദം ലോകം പിന്നെയും പിന്നെയും ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഗായകന്മാർ ഭാഗ്യവാന്മാരാണെങ്കിൽ അവർക്കിടയിലെ മഹാഭാഗ്യവാനാണ് മുഹമ്മദ് റഫി സാഹിബ് എന്ന് പറയേണ്ടി വരും. തൻ്റെ കാലശേഷം ഇത്രയേറെ പിൻതലമുറകളെ സ്വാധീനിക്കുന്ന ഒരു കലാകാരനെ, ഒരു ഗായകനെ ചരിത്രത്തിൽ കണ്ടുമുട്ടാൻ പ്രയാസമാണ്. അപശബ്ദങ്ങൾ റഫി സാഹിബിനെതിരെ തീരെ ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. റഫി സാഹിബിനെ അവമതിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലശേഷവും തുടരുന്നതിനെതിരെയും ഞാൻ കണ്ണടക്കുന്നില്ല. ഈ അടുത്ത കാലത്ത് ലതാ മങ്കേഷ്കർ നടത്തിയ ഒരു അഭിപ്രായ പ്രകടനം, ഒരു സിനിമയുടെ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഹിന്ദി സിനിമയിൽ ഉൾപ്പെടുത്തിയ ഒരു സംഭാഷണ ശകലം വഴി റഫി സാഹിബിനെ ആക്ഷേപിക്കുന്നതായിട്ട് വന്ന പരാമർശം, അതൊക്കെ ഒറ്റപ്പെട്ട ചില അപശബ്ദങ്ങളും അപശ്രുതികളുമാണ്. അതൊക്കെ ഉണ്ടായ സമയത്ത് തന്നെ ആസ്വാദക ലക്ഷങ്ങൾ, റഫി സാഹിബിനെ സ്നേഹിക്കുന്ന വലിയൊരു ജനസമൂഹം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. റഫി സാഹിബ് നല്ല ഒരു ഗായകൻ മാത്രമായിരുന്നില്ല, വലിയൊരു കലാകാരൻ മാത്രമായിരുന്നില്ല, മഹാനായ മനുഷ്യനായിരുന്നു. ഈ നാട് കണ്ട മഹാനായ മനുഷ്യൻ. ഗായകരെ നമുക്ക് ഇഷ്ടം പോലെ ലഭിച്ചേക്കും, വളരെ നല്ല നല്ല പാട്ടുകാരെ, നല്ല നല്ല കലാകാരന്മാരെയും നമുക്ക് ലഭിച്ചേക്കും. നല്ല ഗായകൻ നല്ല കലാകാരനാവുന്നതോടൊപ്പം നല്ല മനുഷ്യൻ, എല്ലാവരെയും സഹായിച്ച, ആരെയും നോവിക്കാത്ത, ആരോടും പരിഭവമില്ലാത്ത ആ വലിയൊരു മനുഷ്യനാണ് റഫി സാഹിബ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ല. ഒരു രാജ്യം എല്ലാവരും ഒന്നിച്ച് കെട്ടിപ്പടുക്കുന്നതാണ്, ഒരു സംസ്കാരം എല്ലാവരും ഒന്നിച്ച് കെട്ടിപ്പടുക്കുന്നതാണ്. അതായത് കുറെ കൂടി ആഴത്തിൽ പറഞ്ഞാൽ സംസ്കാരം സമ്മിശ്രമാണ്, ദേശീയമായിട്ടുള്ള മൂല്യങ്ങൾ സമ്മിശ്രമാണ്, ദേശീയ പൈതൃകം സമ്മിശ്രമാണ്, കല സമ്മിശ്രമാണ്, സാഹിത്യം സമ്മിശ്രമാണ് എന്നുള്ള സംഗതി
നേർവഴിക്ക് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. റഫിയെ ഏത് കണക്കിൽ എഴുതണം? ഇന്ത്യ ഉള്ളയിടത്തോളം കാലം നിലനിൽക്കുന്ന സ്വരമാണ് മുഹമ്മദ് റഫി എങ്കിൽ അദ്ദേഹത്തെ ഏത് കണക്കിൽ എഴുതണം, ഏത് അക്കൗണ്ടിൽ എഴുതണം? ഞാൻ റഫി സാഹിബിനെ കുറിച്ച് മാത്രം അങ്ങനെ പറയില്ല. കിഷോർ കുമാറിനെ ഏത് പട്ടികയിൽ എഴുതണം? ഇതേ ടാഗോർ ഹാളിൽ കിഷോറിനെ ഓർക്കുന്ന നിരവധി സമ്മേളനങ്ങളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുസ്മരണ പ്രഭാഷണം ഇതേ ടാഗോർ ഹാളിൽ നിർവഹിക്കുവാൻ എനിക്ക് സൗഭാഗ്യമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ഏത് പട്ടികയിൽ എഴുതണം? ലതാ മങ്കേഷ്കറെ ഏത് പട്ടികയിൽ എഴുതണം? യേശുദാസിനെ ഏത് പട്ടികയിൽ എഴുതണം? ഇവരെയൊന്നും മതം തിരിച്ച്, ജാതി തിരിച്ച്, സമുദായം തിരിച്ച് കാണുന്നവന്റെ കണ്ണിന്റെയല്ല, ഹൃദയത്തിന്റെ രോഗമാണ്. അതൊരിക്കലും തന്നെ വിശാലമായിട്ടുള്ള ഒരു സംസ്കാരത്തിന് അനുയോജ്യമല്ല. രാജ്യത്തെ വിലപ്പെട്ടതെല്ലാം ഒന്നിച്ചുണ്ടായിട്ടുള്ളതാണ്. അത് പറയുകയാണെങ്കിൽ അതിൻ്റെ ആഴത്തെക്കുറിച്ച് പറയേണ്ടി വരും. ഇവിടെ ഈ രീതിയിലുള്ള ചർച്ചകൾ നമുക്ക് ഗുണം ചെയ്യില്ല. നമുക്ക് രാജ്യത്തിന് വേണ്ടത് ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള മനസ്സാണ്. ഓരോരോ സമുദായങ്ങളെ വേർതിരിക്കാൻ തുടങ്ങിയാൽ നമുക്കൊരു ചലച്ചിത്രഗാന സംസ്കാരമുണ്ടോ? ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഉണ്ടോ? ഷക്കീൽ ബദായൂനി, ഹസരത്ത് ജയപുരി, സാഹിർ ലുധിയാനവി, ഫിറാഖ് ഗോരഖ്പുരി, മജ്റൂഹ് സുൽത്താൻപുരി, കൈഫി ആസ്മിയുടെ ജന്മശതാബ്ദി ഈ ടാഗോർ ഹാളിൽ കൊണ്ടാടുകയുണ്ടായി. അതിൽ പങ്കെടുത്തത് ഞാൻ ഓർക്കുന്നു. ഈ ടാഗോർ ഹാൾ തിങ്ങി നിറഞ്ഞ് കവിഞ്ഞിരുന്നു. ഇവിടെയും ഒരു പക്ഷേ പാടാനിരിക്കുന്ന റഫി സാഹിബിന്റെ ധാരാളം പാട്ടുകൾ എഴുതിയിട്ടുള്ളത് ഒന്നാന്തരം കവിയായിരുന്ന കൈഫി ആസ്മിയാണ്, നമ്മുടെ ഷബാന ആസ്മിയുടെ പിതാവ്. ഞാൻ രാജ്യസഭയിലായിരിക്കുമ്പോൾ ഷബാന ആസ്മി എൻ്റെ സഹപ്രവർത്തകയായിരുന്നു. ഏ ദുനിയ എ മെഹ്ഫിൽ, റഫി സാഹിബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 10 ഗാനങ്ങൾ എടുത്താൽ അതിലെഴുതി വെക്കേണ്ടതാണ്, അതിൽ ഉൾപ്പെടുന്നതാണ് ഏ ദുനിയ എ മെഹ്ഫിൽ എന്ന ഗാനം. ദാർശനികമായിട്ടുള്ള ആഴങ്ങളുള്ള ആ ഗാനം അത് കേൾക്കുമ്പോഴേക്ക് മനുഷ്യന്റെ ഹൃദയം തുടിക്കാൻ തുടങ്ങും. അത് എഴുതിയത് കൈഫി ആസ്മിയാണ്. എല്ലാവരും കൂടി കെട്ടിപ്പടുത്തിട്ടുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. കർണാടക സംഗീതത്തിൽ സംസ്കൃതത്തിന്റെ സ്വാധീനമാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പല ഭാഷകളുടെയും സ്വാധീനമാണ്. SP ബാലസുബ്രഹ്മണ്യം എന്ന ഈ നാടിൻ്റെ ഒരു ഗായകന്, തമിഴ് ഗായകന് ആദ്യമായിട്ട് ഹിന്ദിയിൽ പാട്ട് പാടാൻ അവസരം ലഭിച്ചപ്പോൾ ഓർക്കുന്നുണ്ടാകും നിങ്ങൾ, സാജൻ എന്ന സിനിമ, അതിൽ അദ്ദേഹം പാടുന്ന പാട്ട് അത് ലോകത്തെ പിടിച്ചു കുലുക്കുകയുണ്ടായി. അങ്ങനെ അതിൽ പാട്ട് പാടാൻ അവസരമുണ്ടായപ്പോൾ SP ബാലസുബ്രഹ്മണ്യം ആദ്യം ചെയ്തത് ഹൈദരാബാദിലേക്ക് ചെന്നൈയിൽ നിന്ന് വിമാനം കയറി അവിടെ ഒരു ഉസ്താദിന്റെ മുമ്പിൽ പോയി ചമ്രം പടിഞ്ഞിരിക്കുകയായിരുന്നു. എന്തിനാണ് ഹിന്ദി സിനിമക്ക് പാട്ട് പാടാൻ പോകുന്ന ഒരാൾ ഹൈദരാബാദിൽ പോയി ഒരു ഉസ്താദിന്റെ മുമ്പിൽ ചമ്രം പടിഞ്ഞിരിക്കേണ്ട കാര്യം? നല്ല ഉച്ചാരണ ശുദ്ധി കൂടാതെ ഹിന്ദി ഗാനത്തെ സമീപിക്കാൻ സാധിക്കില്ല. ആ ഉച്ചാരണ ശുദ്ധി കൈവരണമെങ്കിൽ ഉറുദു ഉച്ചാരണം പരിശീലിക്കണം. ഖുദാ കി ഖസം എന്നാണ് ആദ്യമായിട്ട് SP ബാലസുബ്രഹ്മണ്യം പാടിയിട്ടുള്ളത്. ഖുദാ കി ഖസം, ഖസം ചാഹോ ലേലോ ഖുദാ കി ഖസം എന്നാണ് അദ്ദേഹം പാടിയത്. ഈ ഖുദ, ഈ ഖസം, ഈ 2 വാക്ക് പാടണമെങ്കിൽ SP ബാലസുബ്രഹ്മണ്യത്തിന് സിനിമ മാത്രം പഠിച്ചാൽ പോരാ, പാട്ട് മാത്രം പഠിച്ചാൽ പോരാ, ഹൈദരാബാദിലെ ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ഭാഷാശുദ്ധി കൂടി പഠിക്കണം എന്ന് പഠിപ്പിച്ച സംഗീത പാരമ്പര്യമാണ് ഭാരത മഹാരാജ്യത്തിന്റെ സംഗീത പാരമ്പര്യം. അത് ഒന്നിച്ച് കെട്ടിപ്പടുത്തതാണ്. അതിൽ ഹിന്ദുസ്ഥാനിയുടെ നിറമുണ്ട്, അതിൽ അറബിയുടെ ആഴമുണ്ട്. കഭി അൽവിദന കഹന എന്ന് കിഷോർ കുമാർ പാടും. കഭി അൽവിദന കഹന, ചലത്തെ ചലത്തെ മേരെ യേ ഗീത് യാദ് രഖന, കഭി അൽവിദന കഹന. ഒരിക്കലും അൽവിദ എന്ന് പറയരുത്. നീ പോകുമ്പോ എൻ്റെ പാട്ട് കേട്ട് പോണം. ഒരിക്കലും നീ വിട പറയരുത്, നീ വിട ചോദിക്കരുത് എന്നാണ് കിറുക്കിനെ സംഗീതമാക്കിയ കിഷോർ കുമാർ. മൂളക്കത്തിന്റെ കിറുക്കിനെ പോലും മനോഹരമായ സംഗീതമാക്കിയ കിഷോർ കുമാർ. ഈ 2 പേരാണ് ഇന്ത്യൻ സംഗീതത്തിന്റെ കണ്ണ്. ഒരു കണ്ണ് റഫി സാഹിബെങ്കിൽ മറ്റേ കണ്ണ് കിഷോർ കുമാറാണ്. ഈ 2 പേരും അടക്കി വാണതാണ് ഇന്ത്യയുടെ ആധുനിക സംഗീത പാരമ്പര്യം. പിന്നീട് വന്നവരൊക്കെ ഇവർ 2 പേരെ പിൻപറ്റുകയാണ് ചെയ്തത്. കുമാർ സാനു കിഷോർ കുമാറിനെ പിൻപറ്റി, നിഗം അതേസമയം റഫി സാഹിബിനെ പിൻപറ്റി. ഇങ്ങനെയുള്ള ആ പാരമ്പര്യം ഇന്നും നിലനിൽക്കുകയാണ്. ഈ പാരമ്പര്യത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് രാജ്യം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പടുത്ത ഈ സംഗീതത്തെ നമ്മൾ ഓർക്കുന്നു. റഫി സാഹിബിനെ നാം ഹൃദയത്തോട് ചേർക്കുന്നു. റഫി സാഹിബ് സംഗീതം മാത്രമായിരുന്നില്ല. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചപ്പോൾ
സുനോ സുനോ ഏ ദുനിയാ വാലോ ബാപ്പു കി ഏ അമർ കഹാനി. കേൾക്കുക ലോകരെ, ബാപ്പുവിന്റെ ഈ അനശ്വര കഥ. ഗാന്ധിജിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് റഫി സാഹിബ് ഇത് പാടുന്ന നേരത്ത് നെഹ്റുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അതുകൊണ്ട് മുഹമ്മദ് റഫി ഇന്ത്യയുടെ വെറും ഗായകനല്ല, അദ്ദേഹം ഇന്ത്യയുടെ ദേശീയതയുടെ ഗായകനാണ്. മഹാത്മാഗാന്ധിയെ കുറിച്ച് പാടി, അതേപോലെ നെഹ്റുവിനെ കുറിച്ച് പാടി. ചെറുപ്പത്തിൽ സംഗീതം ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ലാത്ത ആ കുട്ടി സൃഷ്ടിച്ച അത്ഭുതമാണ് ഇന്നും ലോകം കാതോട് ചേർത്ത് വെച്ചിട്ടുള്ളത്. ഇവരെയൊന്നും വിഭജിച്ച് നിർത്താൻ കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുന്നത് ഒ പി നയ്യർ റഫി സാഹിബിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഈ നാട് കണ്ട ഏറ്റവും വലിയ സംഗീതജ്ഞന്മാരിൽ പെടുന്ന ഒ പി നയ്യർ. ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ലാഹോറിലായിരുന്നു ഒ പി നയ്യർ. അദ്ദേഹം അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി തുനിഞ്ഞപ്പോ അക്രമികൾ അദ്ദേഹം പാർത്തിരുന്ന വീട് വളഞ്ഞു. ഒ പി നയ്യർ പാർത്തിരുന്ന വീട് വളഞ്ഞു. അന്നത്തെ ഒരു ചുറ്റുപാടതായിരുന്നു. ഒരു മുസ്ലിം സുഹൃത്ത് ഒ പി നയ്യർക്ക് അഭയം നൽകി. അങ്ങനെ ഒരു കുതിരവണ്ടിയിൽ കയറ്റിയിട്ട് ഒ പി നയ്യറെ ഇന്ത്യയിലേക്ക് അയച്ചു. അറിയാമല്ലോ ഒ പി നയ്യറെ, റഫി ഇല്ലാതെ നെയ്യറില്ല എന്നായിരുന്നു ഒ പി നയ്യർ പറയാറുണ്ടായിരുന്നത്. അദ്ദേഹം ഒരു കുതിരവണ്ടിയിൽ രക്ഷപ്പെട്ടു വന്നു. ഒ പി നയ്യർ പറയുന്നുണ്ട്, പിന്നീട് നിങ്ങൾ കേട്ട പാട്ടൊക്കെ എന്റെ ആ കുതിരക്കുളമ്പടിയുടെ സംഗീതമാണ്. യൂത്തോഹം ലാക്ക് ഹസീൻ ദേഖേ ഹേ തുംസ നഹി ദേഖാ എന്ന റഫി സാഹിബിന്റെ ഒ പി നയ്യർ ഗാനം. ആ പാട്ട് ശ്രദ്ധിച്ചാൽ ഒരു ടോങ്ക ടോൺ, ഒരു കുതിരവണ്ടി കൂടുന്നതിന്റെ സംഗീതത്തിന്റെ ധാര, ശബ്ദധാര കാതിൽ മുഴങ്ങും. ഞാൻ പറഞ്ഞു വന്നത്, ആ ഒ പി നയ്യർ പിന്നീട് വന്നു, റഫി സാഹിബിന്റെ ധാരാളം പാട്ടുകൾ പാടിച്ചു. പക്ഷെ ഒരു ദിവസം ശങ്കർ ജയകിഷന്റെ ഒരു പാട്ട് സംഗീതം ചെയ്യാൻ റഫി സാഹിബ് പോയിട്ട് വരാൻ വൈകിയതിനെ തുടർന്ന് റഫി സാഹിബിനെ അദ്ദേഹം ഇറക്കി വിട്ടു. ഒ പി നയ്യർ ഇറക്കി വിട്ടു. നിങ്ങളുടെ പാട്ട് എനിക്ക് വേണ്ട, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. കണ്ണീരോടെ റഫി സാഹിബ് ഇറങ്ങിപ്പോയി. ഒരു മനുഷ്യനെതിരെ ഒന്നും പറയാത്ത മുഹമ്മദ് റഫി. യേശുദാസ് ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, റഫി സാഹിബ് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ കാത് ചേർത്ത് പിടിച്ചാലേ കേൾക്കൂ. മന്ത്രിക്കുകയാണെന്ന് തോന്നും. അത്രയേറെ ശബ്ദത്തിൽ പോലും സൗമ്യത പുലർത്തിയ ആ മഹാനായ മനുഷ്യൻ. കാലങ്ങൾ അങ്ങനെ അവർ പിണങ്ങിക്കഴിഞ്ഞു. നയ്യർ പറയുമായിരുന്നു, ആരുമായി പിണങ്ങിയിട്ടും ഞാൻ ദുഃഖിച്ചിട്ടില്ല, റഫി സാഹിബുമായി പിണങ്ങിയിട്ടാണ് ഞാൻ ദുഃഖിച്ചത്. ഒരു ദിവസം ആരോ പറഞ്ഞു, റഫി സാഹിബ് നിങ്ങളുടെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് ഒ പി നയ്യറോട്. ഒ പി നയ്യർ ഓടിച്ചെന്നു. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അന്ന് ഒ പി നയ്യർ പറഞ്ഞു, റഫി ഇല്ലാതെ നെയ്യറില്ല. റഫി ഇല്ലാതെ നെയ്യർ മാത്രമല്ല ഇല്ലാത്തത്, റഫി ഇല്ലാതെ ഇന്ത്യക്കൊരു സംഗീതമില്ല, ഒരു സംഗീത പാരമ്പര്യമില്ല, ഒരു ചലച്ചിത്രഗാന ചരിത്രമില്ല. ആ ധ്രുവ നക്ഷത്രത്തിന്റെ സ്ഥിരദീപ്തിയെ, ആ നിത്യ പൗർണമിയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം, ഇവിടെ നടക്കാനിരിക്കുന്ന ഗാനോത്സവത്തിന്റെയും ഉദ്ഘാടനം, നമ്മുടെ ഹൃദയങ്ങളെ എന്നെന്നും ഗാനശാലയാക്കുന്ന മുഹമ്മദ് റഫീഖ്. വളരെ ഭക്തനായിരുന്നു അദ്ദേഹം. സച്ചരിതമായ ജീവിതമായിരുന്നു, വെടുപ്പുള്ള ജീവിതമായിരുന്നു. മദ്യപാനം പോയിട്ട് പുകവലി പോലും മുഹമ്മദ് റഫീഖ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ തറാവീഹ് നിസ്കാരത്തിന് ആളുകളുടെ എണ്ണം കൂടിയിട്ട് ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ കുറെ പായ ഞാൻ രാത്രി തന്നെ പോയി വാങ്ങി എന്നാണ് നൗഷാദ് സാഹിബ്, ഏ ദുനിയാക്കെ രഖ്വാലേക്ക് സംഗീതം ചെയ്ത നൗഷാദ് സാഹിബ് റഫി സാഹിബിനെ കുറിച്ച് എഴുതിയിട്ടുള്ളത്. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ, മതേതരത്വത്തിന്റെ, ധാർമ്മികതയുടെ, മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ മഹാനക്ഷത്രമായ റഫി സാഹിബിന് സർവശക്തൻ അവന്റെ കാരുണ്യം പരലോകത്തും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, എൻ്റെ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഹമാരേ റഫി ഓർക്കസ്ട്രക്ക് എല്ലാ ആശംസകളും നേർന്നു. ആ പേരിൽ തന്നെ ഒരു വല്ലാത്ത സ്നേഹമുണ്ട്. ഹമാരേ റഫി, നമ്മുടെ റഫി സാഹിബ്, നമ്മുടെ മുഹമ്മദ് റഫി, നമ്മുടെ ആത്മാവിലുള്ള മുഹമ്മദ് റഫി, നമ്മുടെ നെഞ്ചിലെ മുഹമ്മദ് റഫി, നമ്മുടെ കോഴിക്കോടിന്റെ മുഹമ്മദ് റഫി, നമ്മുടെ ഇന്ത്യയുടെ മുഹമ്മദ് റഫി, നാം ജീവിച്ച കാലഘട്ടത്തിന്റെയും എല്ലാ കാലഘട്ടങ്ങളുടെയും മുഹമ്മദ് റഫി. ആ മുഹമ്മദ് റഫിയുടെ പേരിൽ ഈ ചെറുപ്പക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ നന്മയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ